ഞാൻ എന്താണ് ഈ ഗ്ലാസ് ഒക്കെ വെച്ച് വന്നിട്ടുള്ളതെന്നല്ലേ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സോറി ഗൈസ്, കണ്ണ് കാണാത്തോണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് തൽക്കാലത്തേക്ക് അയച്ചു വെക്കുകയാണ്. സോ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്റെ ക്ലാസ് 8ലെ മക്കൾക്ക് നാളെയാണല്ലോ നമ്മുടെ ക്രിസ്മസ് എക്സാം. അപ്പൊ എന്തൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാന്ന് അറിയണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ രാവിലെ ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ച് നിന്നപ്പോ പഠിക്കണം അല്ലെ, സംഗീതം പഠിക്കണം എന്ന ആഗ്രഹമായി ഞാൻ ചെന്നത് ഒരു പുലിമടയിലായിരുന്നു. ഞാൻ റിജു സാറ് അടുത്തേക്ക് ചെന്നു. സാറ് കുറെ മെന്റലിസം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളാണല്ലോ അല്ലെ, മെന്റലിസം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരേ സമയം ശാന്തനും അതേസമയം വയലന്റും ആയിട്ട് ഒരേ സമയം മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ സാറിനോട് പോയി ചോദിച്ചു, സാറിന്റെ മെന്റലിസം വെച്ചിട്ട് നാളെ എന്തായിരിക്കും ക്രിസ്മസ് എക്സാമിന് നമ്മുടെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ പോയി ചോദിച്ചു. അപ്പൊ സാർ എന്നെ എല്ലാം വെച്ചൊന്ന് അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെയാണ് ഞാനിപ്പോ ഒരു റെമോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും നാളെ എന്റെ മക്കളുടെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഇതാ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതല്ലാതെ വേറൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെയായിരിക്കും എന്ന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഞാനിതാ ആ ഒരു പ്രഡിക്ഷൻ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് 8 ഇംഗ്ലീഷ് എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്താണ്? റീഡിംഗ് കോംപ്രഹെൻഷൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പഠിച്ച ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു പാരഗ്രാഫ് തരും. അതിൽ നിന്നും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒന്നെങ്കിൽ നൈറ്റിംഗേലിൽ നിന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ദ ഹിൽ നിന്നോ എന്നായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ലൈറ്റ്സ് ഓൺ ദ ഹിൽസിൽ നിന്നോ അല്ലെങ്കിൽ നൈറ്റിംഗേലിന്റെ ചാപ്റ്ററിൽ നിന്നോ ആയിരിക്കും റീഡിംഗ് കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ആൻഡ് പോം കോംപ്രഹെൻഷൻ അടുത്തത്, നിങ്ങൾ എക്സാമിന് പഠിച്ച ഏതെങ്കിലും ഒരു പോയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരും? പോം കോംപ്രഹെൻഷൻ ചോദിക്കാറുണ്ട്. ദി സോൾ എന്നുള്ള പോയത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പോം കോംപ്രഹെൻഷൻ ഉണ്ടാവാൻ പോകുന്നത്. ആൻഡ് ഉറപ്പായിട്ടും പ്രൊഫൈൽ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതാണ് നമ്മുടെ ഡയറി എൻട്രി. ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്ററിലെ ബോയുടെ ഡയറിയോ, ഇതിൽ ഏതെങ്കിലും ഒരു ഡയറി ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും നൈറ്റിംഗേലിന്റെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അപ്പൊ നൈറ്റിംഗേലിന്റെ ചാപ്റ്ററിലെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. അടുത്തത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണ്. നമ്മുടെ റോസാ പാർക്സിന്റെ ചാപ്റ്ററിൽ നിന്നും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത കാര്യമാണ് പാരഗ്രാഫ് റൈറ്റിംഗ്. അപ്പൊ പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഉറപ്പായിട്ടും നോട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അൺനോൺ പാരഗ്രാഫ്, ഒരു അൺനോൺ പാരഗ്രാഫ് നൽകും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ വല്ല പൈച്ചാട്ടോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു അൺനോൺ പാരഗ്രാഫ് നൽകും. ആ ഒരു പാരഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നെക്സ്റ്റ് വൺ ആണ് എഡിറ്റിംഗ്. ഉറപ്പായിട്ടും ഗ്രാമർ പോർഷനിൽ നിന്നും എഡിറ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അതിന് പുറമെ ഒന്നെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീഷനോ അല്ലെങ്കിൽ വേർഡ് പിരമിഡോ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ എന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇത്ര കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ അതിനിപ്പോ നറേഷൻ ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, ലെറ്റർ ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഈ ഒരു ഡിസ്കോഴ്സുകളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇതൊക്കെ നമുക്ക് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് നമ്മുടെ റിജു സാർ മെന്റലിസം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോ എല്ലാവരും എക്സാം, നമ്മുടെ ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി ഫുൾ പവർഫുൾ റെഡി ആണെങ്കിൽ താഴെ എല്ലാവരും മിസ്സേ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് താഴെ എല്ലാവരും കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചോളൂ. അവർ മാർക്ക് വാങ്ങട്ടെ, നമ്മളത്ര സെൽഫിഷ് ആവണ്ട, എല്ലാവരും മാർക്ക് വാങ്ങട്ടെ അല്ലേ. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതെല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താവാം, എക്സാം കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡിൽ ഞാൻ എഴുതിയതെല്ലാം ശരിയായി എന്ന് പറഞ്ഞ് നിങ്ങൾക്കും ഇറങ്ങി വരാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, എജു ബോർഡിന്റെ കൂടെ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ, അപ്പൊ ബൈ.